ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഏപ്രിൽ 3, 2026 ദുഃഖവെള്ളിയാണ്. മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു റിസർച്ച് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ട്രംപ് ഇന്നലെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചത് വളരെ കാര്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും, യുദ്ധത്തിൽ നിന്നും വിടവാങ്ങും എന്നൊക്കെയായിരുന്നു. പക്ഷേ വീണ്ടും സൈനിക നീക്കങ്ങൾ വളരെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്ക പല മാധ്യമങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും നോക്കാം. മിഡിൽ ഈസ്റ്റിലും കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും അവർ സൈനിക നീക്കങ്ങൾ ശക്തമാക്കി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ താരിഫ് വീണ്ടും കൂട്ടി. ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ 100% താരിഫൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ട്രംപിൻ്റെ. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്യാനിരുന്നപ്പോൾ വന്ന വാർത്തയാണ്. ഏതായാലും അതിലേക്ക് കൂടുതൽ പോകാം. അതിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനർജി ക്രൈസിസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ പല രാജ്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതായത് പാകിസ്ഥാൻ, ഓൾറെഡി ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ എനർജി ക്രൈസിസ് വളരെ രൂക്ഷമായിട്ട് തുടരുകയാണ്. കാരണം പെട്രോൾ, ഡീസൽ വരുന്നില്ല. മറ്റു എനർജി പ്രൊഡക്റ്റുകൾ അത്രമാത്രം അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലും എനർജി ക്രൈസിസ് വരുമോ? അങ്ങനെയാണെങ്കിൽ എനർജി ലോക്ക്ഡൗൺ ഉണ്ടാവുമോ? പവർ കട്ടുകളടക്കം അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങുകളടക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും ഒരു സ്ഥിതിഗതികളെ നമുക്കൊന്നും തന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനാരിയോയിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ മുന്നോട്ട് പോകുന്നത്. കാരണം ചില കമ്പനികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേട്ടം ഉണ്ടാക്കാനും കോട്ടം ഉണ്ടാക്കാനും ഒക്കെ തന്നെയുണ്ട്. കാരണം ഓരോ രാജ്യത്തിൻ്റെയും എനർജി ഞരമ്പുകളെന്ന് പറയുന്നത് ചില കമ്പനികളായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു 3-4 കമ്പനികളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയിൽ ഒരു എനർജി ക്രൈസിസ് വരികയാണെങ്കിൽ അതിൽ നേട്ടം ഉണ്ടാക്കാനും അതിൽ തന്നെ കോട്ടം തട്ടാനും സാധ്യതയുള്ള ചില കമ്പനികളെക്കുറിച്ചിട്ടുള്ള ഒരു റിസർച്ച് വീഡിയോ മാത്രമാണിത്. ഒരിക്കലും വരാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ അതിൻ്റെ ഒരു റിസർച്ച് ആസ്പെക്ട്സിൽ മാത്രമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. സോ അതിലാദ്യമായിട്ട് നമ്മുടെ ചാനലിലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ ആപ്പും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ 4 സ്റ്റോക്കുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിലൊന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് നമുക്കറിയാം പലതരത്തിലുള്ള കമ്പനികളാണിത്. ഇതിൽ റീറ്റെയിൽ കമ്പനികളുണ്ട്, എനർജി കമ്പനികളുണ്ട്, ടെലികോം ഉണ്ട്, മീഡിയ ഉണ്ട്. അങ്ങനെ പല സെഗ്മെൻറ്റുകളിലായിട്ടാണ് റിലയൻസിൻ്റെ റവന്യൂ വിതറിക്കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പണ്ടൊരു ഓയിൽ ടു കെമിക്കൽ കമ്പനി ആണെങ്കിലും ഇപ്പോഴത് കുറച്ചുകൂടി ഫോക്കസ് ആയിരിക്കുന്നത് ജിയോ പോലുള്ളതും റിലയൻസ് റീറ്റെയിലും ഡിജിറ്റൽ ബിസിനസ്സൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു റവന്യൂ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ പകുതിയിലധികം റവന്യൂ വരുന്നത് ഏകദേശം ഒരു കൺസ്യൂമർ ഫേസിങ് ബിസിനസ്സിലാണ്. അതായത് ജിയോ, അതുപോലെ തന്നെ റിലയൻസ് റീറ്റെയിൽ, അങ്ങനെയാണ്. അത് ഗ്ലോബൽ മാർക്കറ്റിലെ ഈ ഒരു കയറ്റിറക്കങ്ങളുമായിട്ട് തീരെ ബന്ധമില്ലാത്ത ഒരു റവന്യൂ സോഴ്സ് കൂടിയാണ്. റിലയൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഈ അടുത്തയായിട്ടാണ് S&P 500 അവരെ A- എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിങ്ങിലേക്ക് ഉയർത്തിയത്. സോ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മാനുഫാക്ചറാണ്, ഒരു ഇന്ത്യൻ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഈ ഒരു A- ക്രെഡിറ്റ് റേറ്റിംഗ് നേരിടുന്ന ഒരു ഫൈനാൻഷ്യൽ ട്രസ്റ്റ് കൊണ്ടുവരുന്ന ഒരു കമ്പനിയായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഗ്രോത്തിൽ 4 പ്രധാനപ്പെട്ട എഞ്ചിനാണ് റിലയൻസിനെ സംബന്ധിച്ചിട്ടുള്ളത്. അതിലൊന്ന് റീറ്റെയിൽ ബിസിനസ്സാണ്, ഡിജിറ്റൽ ബിസിനസ്സാണ്, അതുപോലെ തന്നെ മീഡിയ, അതുപോലെ തന്നെ ന്യൂ എനർജി. റിലയൻസിൻ്റെ അതായത് ഈ ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി ജിഗ കോംപ്ലക്സ് ജാംനഗറിലുള്ള ഇതൊരു മോസ്റ്റ് അംബിഗ്യസ് പ്ലാനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം മാസീവ് ഫാക്ടറികളാണ്, അതായത് വലിയ വലിയ ഫാക്ടറികളാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ സോളാർ പാനലുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, ബാറ്ററികൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, ഗ്രീൻ ഹൈഡ്രജൻ എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അതായത് റിലയൻസ് യഥാർത്ഥത്തിൽ വരുന്ന എനർജി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എനർജി രംഗത്തുണ്ടാകുന്ന പുതിയ നേട്ടങ്ങളെ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം 100 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി 2030 ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് പുറമെ ജിയോയെ, അതായത് ഒരു 5G ബിസിനസ്സിന് അപ്പുറത്തേക്ക്
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റവല്യൂഷനായി നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് റിലയൻസിൻ്റെ കീഴിൽ മാറ്റുക എന്നുള്ളതും കൂടിയുണ്ട്. കാരണം ഡാറ്റാ സെൻറ്ററുകളും അതുപോലെ തന്നെ ഗ്രീൻ എനർജി പ്രൊജക്റ്റുകളും ഒക്കെ തന്നെ അവർ കൂടുതലായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു 10-20 വർഷത്തേക്കുള്ള ബിസിനസ് ലീഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്തായിരിക്കും ആ ബിസിനസ് ലീഡ് ചെയ്യാനുള്ള ഒരു ലീഡർ എന്ന നിലയിലാണ് ഇപ്പോൾ റിലയൻസ് ഒരു മാറ്റത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞത്, പണ്ട് നമ്മൾ LNT എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ഞാൻ പറയുകയാണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഓരോ ഡിപ്പിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സ്റ്റോക്കാണ്. കാരണം അവരൊരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ പാതയിലാണ്. അടുത്ത സെറ്റ് ഓഫ് ബിസിനസ് എങ്ങനെയായിരിക്കണം, ആ ഒരു സെറ്റ് ഓഫ് ബിസിനസ്സിലേക്ക് ബിസിനസ്സിനെ പിടിച്ച്, അതായത് വെറും ഓയിൽ ടു കെമിക്കൽ ബിസിനസ് ആയിരുന്ന ഒരു റിലയൻസിനെ ഇപ്പോൾ ഒരു പുതിയ കൺസ്യൂമർ ഫേസിങ് ബിസിനസ്സിൽ നിന്നും പുതിയ ഒരു ഫേസിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റേജിലാണുള്ളത്. അടുത്ത ജനറേഷൻ ആവശ്യമായിട്ടുള്ള ബിസിനസ്സുകൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണോ വേണ്ടത്, അതിലേക്കാണ് കൂടുതലായിട്ടും ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 9 മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 8506 കോടി രൂപയുടെ റവന്യൂ ആണ്. അതിൽ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, നെറ്റ് പ്രോഫിറ്റായിട്ട് മാത്രം ഏകദേശം 751 മില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സുകളിൽ മാർജിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലികോം ബിസിനസ് വളരെ നന്നായിട്ടുണ്ട്. സബ്സ്ക്രൈബർ ബേസ് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഡാറ്റ കൺസംഷൻ കൂടുതലാണ് ആൾക്കാരുടേത്. അതുപോലെ തന്നെ റീറ്റെയിൽ കൺസംഷൻ നോക്കിക്കഴിഞ്ഞാൽ, റീറ്റെയിൽ ബിസിനസ്സുകൾ നോക്കിക്കഴിഞ്ഞാലും നല്ല സ്റ്റഡി ഗ്രോത്താണ്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ഡിമാൻഡ്, അതുപോലെ തന്നെ സ്റ്റോർ എക്സ്പാൻഷൻ, ഇതൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള അഡീഷനാണ് റീറ്റെയിൽ ബിസിനസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലാണ് കുറച്ച് പ്രഷർ അവർ നേരിട്ടത്. കാരണം ഈ പ്രൊഡക്ഷനിൽ കുറച്ച് കുറവ് വന്നതായിട്ടാണ് കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കമ്പനി ONGC ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസറാണ്, നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസറാണ് ഇന്ത്യയിലെ. ഏകദേശം ഇന്ത്യയുടെ 70% ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് ഈ കമ്പനിയാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആവശ്യമുള്ള 84% ഇന്ത്യയിലുള്ള പ്രൊഡക്ഷൻ നടത്തുന്നത് ഇവരാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 80% എന്നല്ല, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 70% ക്രൂഡും 84% നാച്ചുറൽ ഗ്യാസും ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്നാണ് ONGCയെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മഹാരത്ന കമ്പനിയാണ്, പബ്ലിക് സെക്ടർ യൂണിറ്റാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. അതായത് ഒരു ഓയിൽ ഡ്രില്ലർ എന്ന് മാത്രമല്ല, ഇവരൊരു എന്താ പറയുക, കുറേ സബ്സിഡിയറികളുണ്ട്. അതായത് ഒന്നിന് പറയാൻ പറ്റുന്നത് HPCL ആണ്, റിഫൈനിങ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആണ് ഇവർ നടത്തുന്നത്. MRPL ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ONGC വിദേശ് എന്ന് പറഞ്ഞിട്ട് OVL എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അതും ഇവരുടെ ഒരു വിദേശത്ത് ഇവരുടെ പ്രസൻസ് സബ്സിഡിയറി വഴി ചെലുത്തുന്നൊരു കമ്പനിയാണ്. ONGCയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു സങ്കല്പ് 50 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. സങ്കല്പ് 50 എന്ന് പറയുന്നത്, ഇതിൽ 50 മില്യൺ മെട്രിക് ടൺ ഓഫ് ഓയിൽ ഈക്വലൻ്റ് 2029 കൂടി പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് KG-98/2 അതുപോലെ തന്നെ ഡീപ്പ് വാട്ടർ ബ്ലോക്സ് ഡാമൻ DUവിലൊക്കെ ഗുജറാത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് നോക്കുന്ന സമയത്ത് ONGCയെ സംബന്ധിച്ചിട്ട് ഒരു ഗ്രീൻ എനർജി ലീഡറായിട്ട് മാറുക എന്നുള്ളത്, അത് അടുത്ത ജനറേഷൻ ബിസിനസ്സാണ് ഈ ഗ്രീൻ എനർജിയും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു ലീഡറായിട്ട് മാറുക എന്നത്, അത് ഏകദേശം 2 കോടി പോരല്ലോ, 2000 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2030 കൂടി സീറോ എമിഷൻ, ഈ അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാനുള്ള പദ്ധതികളിലേക്കാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി കൂട്ടാനുണ്ട്. ഇപ്പോഴത്തെ ഒരു 10 ജിഗാവാട്ട്, ഇപ്പോഴത്തെ ഒരു കപ്പാസിറ്റിയിൽ നിന്നും 10 ജിഗാവാട്ടായിട്ട് ഉയർത്തുക 2030 എന്നുള്ളതാണ്. അതിൽ വിൻഡ്, സോളാർ, ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇവരുടെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക, കഴിഞ്ഞ 9 മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം നെറ്റ് മാർജിൻ ഏകദേശം 7.4%. നെറ്റ് പ്രോഫിറ്റ് 361 കോടി രൂപ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് വന്നിട്ടുണ്ട്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേബിളാണ്. അതുപോലെ തന്നെ ക്രൂഡ് പ്രൊഡക്ഷനിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ക്രൂഡ് പ്രൊഡക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ പ്രീമിയം ഗ്യാസ് സെഗ്മെൻറ്റിലേക്കുള്ള പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി പ്രഷറിലേക്ക് വന്നത് ഹയർ എക്സ്പ്ലോറേഷൻ കോസ്റ്റാണ്. അതായത് ഈ കുഴിച്ചെടുക്കുന്നതിനുള്ള കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ ഗ്യാസ് ബേസിനുകൾ കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഫോൾ ടാക്സ് കുറച്ചിട്ടുണ്ട്.
അത് സംഭവിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇവരെ സംബന്ധിച്ചിട്ട് ഇതാണ് അത് വിൻഫോൾ ടാക്സ് ഇല്ലാതാക്കിയിരിക്കുന്നത് റിഫൈനിങ് മാർജിനും അതുപോലെ തന്നെ സബ്സിഡികളെയൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു നടപടിയായിട്ടാണ് തോന്നുന്നത്. കുറച്ചൊക്കെ അത് ഓഫ്സെറ്റ് ചെയ്യാൻ ഈ ഒരു വിൻഫോൾ ടാക്സ് അതിൽ വരുന്ന നഷ്ടം സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വിൻഫോൾ ടാക്സ് കുറച്ച് സാധ്യമാകും. സോ ഏതായാലും ഏണിംഗ് വിസിബിലിറ്റി കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റേബിളായിട്ടാണ് തോന്നുന്നത്. മറ്റൊന്ന് നമ്മുടെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള ഗെയിലാണ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് പറയാവുന്ന ഒരു നാച്ചുറൽ ഗ്യാസ് സെക്ടറിലുള്ള ഒരു പവർ ഹൗസ് എന്ന് പറയാവുന്ന ഒരു കമ്പനിയാണിത്. ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ളൊരു മഹാരത്ന കമ്പനിയാണിത്. ഇതിൽ ഒരു ഏകദേശം 18,000 കിലോമീറ്ററോളം ഗ്യാസ് പൈപ്പ് ലൈൻ ഉള്ളൊരു കമ്പനിയാണ്. എനർജി ഹൈവേ ആയിട്ടാണ് കമ്പനിയെ നമ്മുടെ രാജ്യത്തിൻ്റെ എനർജി ഹൈവേ കൈയാളുന്നൊരു കമ്പനിയാണ് ഗെയിൽ എന്ന് പറയാം. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റോക്ക് എന്നതിലുപരി LPG അതുപോലെ തന്നെ ഇവർ പെട്രോ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക്സിനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവർ ഫ്യൂവൽ ടു ഹോം വെഹിക്കിൾ അതായത് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ CGD സപ്ലൈ ചെയ്യുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിട്ട് ഏകദേശം 1,07,000 മില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെയാണ് ഈ വർഷം ചിലവാക്കിയിരിക്കുന്നത് പുതിയ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പൈപ്പ് ലൈനുകൾ, അതായത് മുംബൈ നാഗ്പൂർ ജോർഷോദ ലൈനുകൾ, അതുപോലെ തന്നെ പുതിയ പ്ലാന്റുകൾ മംഗലാപുരത്ത് ഒരടുത്ത് തന്നെ ഉസാർ അത് സ്ഥലത്തിൻ്റെ പേരാണ്. പ്രൊനൗൺസിയേഷനിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അങ്ങനെയുള്ള പുതിയ ഗ്യാസ് പൈപ്പ് ലൈനുകൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിന് പുറമെ മുന്നോട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം 3,50,000 മില്യൺ ഇന്ത്യൻ റുപ്പീസാണ് അവരേകദേശം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നെറ്റ് സീറോ കാർബൺ എനർജി പ്രൊജക്റ്റുകൾക്കായിട്ടാണ്. അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള പ്രൊജക്റ്റുകൾ 2030 അവർ അടുത്ത ഇൻ്റർനാഷണൽ ഗ്യാസ് സോഴ്സിങ് കൂട്ടാനുള്ള പരിപാടിയാണ്. സോ അതോടുകൂടി അഫോർഡബിൾ ഫ്യൂവൽ സപ്ലൈ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗെയിലിൻ്റെ ലക്ഷ്യം. ഗെയിലിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും പ്രോഫിറ്റിലും സെയിൽസിലും എബിറ്റയിലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓവറോൾ ബിസിനസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിക്കവറി ഫേസിലാണുള്ളത്. റവന്യൂ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗ്യാസിനുള്ള ഡിമാൻഡ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും CNG പോലുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകൾ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. അതിന് പുറമെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു പ്രഷർ വന്നിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും പെട്രോ കെമിക്കൽ സെഗ്മെൻറ്റിലാണ് പ്രഷർ വന്നിരിക്കുന്നത്. അതായത് ഇൻപുട്ട് കോസ്റ്റ് കൂടിയത് തന്നെയാണ്, റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയത് തന്നെയാണ് ഗെയിലിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയാൻ കാരണം. പിന്നെ റുപ്പി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കോർ ഗ്യാസ് ട്രാൻസ്മിഷൻ ബിസിനസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ വോളിയം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് തേർഡ് ക്വാർട്ടർ അടക്കം. ഇതൊരു സ്റ്റഡി ഇൻകം കമ്പനിക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു പുതിയ ഗ്ലോബൽ മാർക്കറ്റ് ചലഞ്ചസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നു. കാരണം അങ്ങനൊരു ചലഞ്ച് വരുന്ന സമയത്ത് കമ്പനിക്ക് ആകെ ഷെയ്ക്ക് ചെയ്യുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ളൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ഓയിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു കമ്പനിയാണ്, ഒരു മഹാരത്ന കമ്പനിയാണിത്. ഒരു പവർ ഹൗസ് തന്നെയാണ്. ഗെയിലിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു പവർ ഹൗസ് തന്നെയാണ്. പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ കണ്ടുപിടിക്കാനും അത് എക്സ്പ്ലോർ ചെയ്യാനും നാച്ചുറൽ ഗ്യാസിൻ്റെ ട്രാൻസ്മിഷനും എക്സ്പ്ലോറേഷനും ഒക്കെ കൂടി അടങ്ങിയ ഒരു കമ്പനിയാണ് ഓയിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നോർത്ത് ഈസ്റ്റിലാണുള്ളത്. ഇവരിപ്പോൾ ഇന്ത്യയിലാകമാനം ശൃംഖലകൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓയിൽ ഇന്ത്യ ഉള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല റഷ്യ അതുപോലെ തന്നെ മൊസാംബിക് പോലുള്ള രാജ്യങ്ങളിലും ഇവരുടെ പ്രസൻസ് ഉണ്ട്. ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലെയറാണ്. കാരണം ഇതൊരു ജസ്റ്റ് ഒരു ഓയിൽ കണ്ടുപിടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാസീവ് പൈപ്പ് ലൈൻ വഴിയാണ്, ഒരു വലിയ പൈപ്പ് ലൈൻ വഴിയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിനുള്ളൊരു നെറ്റ്വർക്ക് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇത് റിഫൈൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു സബ്സിഡറി ആയിട്ടുള്ള നുമലിംഗ്ര റിഫൈനറി ലിമിറ്റഡ് NRL വളരെ പ്രശസ്തമാണ്. ഈ അടുത്തായിട്ട് കമ്പനി ഏകദേശം ഒരു മേജർ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹയസ്റ്റ് എവർ ഹൈഡ്രോ കാർബൺ പ്രൊഡക്ഷൻ 6.71 MMTU എന്ന് പറയുന്ന MMTOE, അതായത് മില്യൺ മെട്രിക് ടൺ ഓഫ് ഓയിൽ ഈക്വലൻ്റ് എന്ന് പറയുന്ന 6.71 MMTE കമ്പനി പ്രൊഡക്ഷനിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഗ്രോത്ത് പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്ഷൻ 4 മില്യൺ MMTയിൽ നിന്നും 5 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സായിട്ട് ഉയർത്തുക. ആനുവലി അതിനൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് അതിന് മുന്നോട്ട് പോകുന്നത്. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 100 ഓയിൽ
വെല്ലുകളെങ്കിലും ഒരു വർഷം അവർ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വെച്ച് ഡ്രിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഗ്രോത്ത് എഞ്ചിനായിട്ടാണ് അതിനെ കാണുന്നത്. അതായത് ഒരു വർഷം ഒരു 100ഓളം പുതിയ ഗ്യാസ് തടങ്ങൾ കണ്ടുപിടിച്ച് കുഴിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതൊരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഗ്രോത്ത് എഞ്ചിൻ വളരെ സ്ട്രോങ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ NRL റിഫൈനറിയുടെ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് കമ്പനിക്ക് വരുന്നുണ്ട്. അത് നടക്കുകയാണെങ്കിൽ ഇപ്പോഴത്തുള്ള 3 MMT എന്നുള്ള റിഫൈനിങ് കപ്പാസിറ്റി 9 MMT, അതായത് 3 ഇരട്ടിയായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന് പുറമെ ഈ ഒരു ഗ്രീൻ എനർജി രംഗത്തേക്കും കമ്പനി വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. 5.5 ജിഗാവാട്ടായിട്ട് അവരുടെ ഗ്രീൻ എനർജി കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് 2040 കൂടി അവരുടെ പദ്ധതി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഓയിൽ PSU ക്രിട്ടിക്കൽ മിനറലുകൾ, അതായത് ലിഥിയം, ഗ്രാഫൈറ്റ് പോലുള്ള ക്രിട്ടിക്കൽ മിനറലുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു PSU കൂടിയാണ് ഈ പറയുന്ന ഓയിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഓയിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 9 മാസത്തെ പെർഫോമൻസിൽ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന EBITDA, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ചില ഓയിൽ വെല്ലുകളുടെ റൈറ്റ് ഓഫ് വന്നിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു അത്. അപ്പോൾ അതിന് റൈറ്റ് ഓഫ് ചെയ്യുന്ന എക്സ്പെൻസ് കുറച്ച് കൂടുതലായതുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി കുറവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി പോസിറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് പെർഫോമൻസ് ആണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് വരുന്നത്. റിഫൈനിങ് ബിസിനസ് നോക്കിക്കഴിഞ്ഞാലും സ്റ്റഡി ഇൻകം ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള അസറ്റുകളിൽ നല്ല രീതിയിലുള്ള ഏണിങ്ങും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാലൻസും അച്ചീവ് ചെയ്യാൻ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആൾടുഗെദർ എനിക്ക് പറയാനുള്ളത്, ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ എനർജി ക്രൈസിസ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും ഒരു ലോക്ക്ഡൗൺ പോലുള്ള സിറ്റുവേഷനോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എനർജി സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതും ഒരു ഷോർട്ട് പീരീഡിൽ പ്രൈസ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ ചില കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവായിരിക്കും, കറക്ഷനിലേക്ക് വരാനും സാധ്യതയുണ്ട്. അതനുസരിച്ചിട്ട് നമുക്കിടെ മൊമെൻറ്റും ടെക്നിക്കൽസും മറ്റു കാര്യങ്ങളും ഓർമ്മിച്ചിട്ട് ഈ സ്റ്റോക്കുകളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള മാക്സിമം എഫേർട്ട് നിങ്ങളോട് സഹകരിക്കണമെന്ന് ആശംസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്തുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.